കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ഇന്നലെ എടുത്ത അതേ ക്യാമറ തന്നെ എടുത്ത വിഷ്വൽസ് ആണ്. സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചിരിക്കുന്നുണ്ട് ഈ വിഷ്വൽസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെൽമെറ്റിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെയാണ് വളരെ കറക്റ്റായിട്ട് ഒരു മൊബൈൽ മൗണ്ട് ചെയ്യാന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ആദ്യം വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗോപ്രോ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഗോപ്രോൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത റേറ്റാണ്. ഏകദേശം ഒരു 30,000 25,000 ഒരു എങ്ങനെ പോയാലും ഒരു സെക്കൻഡ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 15,000-ന് മുകളിലാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അത് പോസിബിൾ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ മോട്ടോ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഈ ഹെൽമെറ്റിൻ്റെ മുകളിൽ എന്തുകൊണ്ട് മൊബൈൽ നമുക്ക് മൗണ്ട് ചെയ്യാന്നുള്ള ഒരു ഐഡിയ വന്നത്. ഐഡിയ അല്ല, ഞാൻ യൂട്യൂബിൽ നോക്കിയതാണ്. അപ്പോൾ കുറേ പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഐറ്റംസ് മൊത്തം ഒരുപാട് മൗണ്ടിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആമസോണിനും മറ്റുമായിട്ട് കളക്ട് ചെയ്തതാണ്. പിന്നെ ഈ എംസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്കലായിട്ട് കിട്ടും. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഹെൽമെറ്റ് മൗണ്ട്, ഈ മൗണ്ട് രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഒരു കർവ്ഡും വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കർവ്ഡാണ് വാങ്ങിയത്, ബിക്കോസ് ഇതൊരു കുറച്ച് കർവുള്ളൊരു ഹെൽമെറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഹെൽമെറ്റ് ഇങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് നേരെ സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വാങ്ങിയാൽ മതി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള സംഭവമാണ് ജെ മൗണ്ട്. ഡിസ്ക്രിപ്ഷനകത്ത് ഇടുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിലും മറ്റുമൊക്കെ. അപ്പോൾ ഈ ജെ മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതേമായിട്ടുള്ള ഒരു ട്രൈപോഡ് മൗണ്ടാണ്. ഈ ട്രൈപോഡ് മൗണ്ട് നമുക്ക് ആവശ്യം വരും. ഇതില്ലാതെ ഒരിക്കലും നമുക്ക് ഈ ജെ മൗണ്ട് മാത്രം വെച്ചിട്ട് മൊബൈലിനെ മൗണ്ട് ചെയ്യാൻ പറ്റില്ല. വളരെ കുഞ്ഞനാണെന്ന് തോന്നും, പക്ഷേ ആൾ ചെറുതാണെങ്കിലും സംഭവം പുലിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു എന്താ പറയുക, ഒരു ബോൾ ജോയിൻറ്റ് ട്രൈപോഡ് മൗണ്ടാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടെ ഫ്രീ ആയി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ബാക്കിയുള്ള മൗണ്ടിങ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഒന്നോ രണ്ടോ സൈഡിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഓപ്പറേഷൻ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഏത് ആംഗിളിലും, അതായത് ഒരു ആംഗുലാർ രീതിയിൽ ഏത് ആംഗിളിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ലോക്കാക്കി വെക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മൗണ്ട്, അതായത് ബോൾ ജോയിൻറ്റ് ടൈപ്പ് ട്രൈപോഡ് മൗണ്ടാണ്. ഇതും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ സെൽഫി സ്റ്റിക്കിലൊക്കെ വരുന്ന മൊബൈൽ ഹോൾഡറും, പിന്നെ നമ്മളെ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന സാധാ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും, എം സിയിൽ തന്നെ പറയാം. അപ്പോൾ ഈ എം സിയിൽ വാങ്ങുക. ഇത് ഒരു 30 രൂപയുടെ മറ്റോ മതിയാവും. പിന്നെ ഈ എം സിയിൽ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ വൃത്തികേടൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് പോക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ പേപ്പറും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ ഭാഗം ഫ്ലാറ്റ് ആണെന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നിങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും മികച്ചത് നമ്മുടെ ഈ ചിന്നിൻ്റെ ഭാഗത്ത്, ഈ ചിന്നിൻ്റെ സൈഡിൽ മൗണ്ട് ചെയ്യുന്നതാണ്, അതായത് മൊബൈൽ മൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഭാഗം ഫ്ലാറ്റായിട്ടുള്ള എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹെൽമെറ്റ് എടുക്കുന്ന സമയത്ത്. ഇത് 3Mൻ്റെ ഡബിൾ സൈഡ് ടാപ്പാണ്, അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പോൾ ഞാനിത് പൊളിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വല്ല ഒന്ന് റഫ് ആയിക്കോട്ടെ. ശേഷം നമ്മൾ പതുക്കെ ശ്രദ്ധിച്ച് സെൻറ്റർ നോക്കി തന്നെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ചെറിയൊരു ഫിലിം കൂടെ നമ്മൾ ഊരി മാറ്റാം. അതിനുശേഷം നമ്മുടെ മൗണ്ട് എടുക്കുക. അപ്പോൾ ഈ മൗണ്ട് വളരെ കൃത്യമായിട്ട് ഒട്ടിക്കണം. ഒട്ടിക്കുന്ന സമയത്ത് ചരിഞ്ഞ് പോകണ്ട, വളരെ ശ്രദ്ധിച്ച് നോക്കിയും കൊണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മൗണ്ട്, അതായത് ഫസ്റ്റ് മൊബൈൽ മൗണ്ടിൻ്റെ ഫസ്റ്റ് ഭാഗം ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിന് വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ചൂടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പശ ഇളകിയിട്ട് ഇത് ഊരിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേറൊരു പണി എടുക്കാണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ ഈ സെറ്റ് ചെയ്ത ഭാഗങ്ങളിൽ ബാക്കിയുള്ള ആക്സറീസ് ഫിറ്റ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഫിറ്റ് ചെയ്യുന്നത് ഈ ജെ മൗണ്ടാണ്. അപ്പോൾ ജെ മൗണ്ട് ഇതാ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി, ലോക്ക് ആയിക്കോളും. ശേഷം നമ്മളിതിൻ്റെ ബോൾട്ട് അങ്ങോട്ട് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ഈ കാണുന്ന ട്രൈപോഡ് മൗണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ആ നട്ടും ബോൾട്ടും കറക്റ്റായിട്ട് കയറ്റി ഹോള് കറക്റ്റാക്കി വെച്ചതിന് ശേഷം
പക്ഷേ ബുദ്ധിമുട്ടുണ്ട് കയറാൻ. കയറി അതങ്ങ് ടൈറ്റ് ചെയ്യുക, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത് എടുക്കുന്നത് ഈ ട്രൈപോഡ് മൗണ്ടാണ്, അതായത് ബോൾ ജോയിൻ്റ് വരുന്ന ട്രൈപോഡ് മൗണ്ട്. അപ്പോൾ അതും ഇതേപോലെ ഇതിൻ്റെ ബാക്കിൽ ഹോൾ ഉണ്ടാവും. ഇൻറ്റേർണൽ ത്രെഡാണ്. ഇൻറ്റേർണൽ ത്രെഡിനകത്ത് ഈ എക്സ്റ്റേണൽ ത്രെഡ് കയറ്റിയിട്ട് അങ്ങ് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇത്ര വരെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യാനുള്ളത് അവസാനമായിട്ട് ഇതാ ഈ മൊബൈൽ ഹോൾഡർ. നമ്മൾ സെൽഫി സ്റ്റിക്കിൻ്റെ കൂടെയൊക്കെയാണ് ഇത് ലഭിക്കുക. ഈ മൊബൈൽ ഹോൾഡർ ഇതിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് വർക്കാണ്. അപ്പോൾ ഇതിന് 2 സൈഡ് ഉണ്ടാവും. ഈ ഫ്ലാറ്റായിട്ടുള്ള ഭാഗം ഉണ്ടാവും, ചെറിയ എഡ്ജ് ഭാഗം ഉണ്ടാവും. അതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് തെറ്റിപ്പോയരുത്, ഈ എഡ്ജ് ഭാഗമാണ് കൊടുക്കേണ്ടത്. ഈ ഭാഗം കൂടിക്കഴിഞ്ഞാൽ എത്ര കളിച്ചാലും ഇത് സെറ്റാവില്ല. അപ്പോൾ ഈ എഡ്ജ് ഭാഗം നമ്മളിതാ ഇതിൻ്റെ അകത്തേക്ക് കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കയറ്റുക. ഓക്കെ, ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കിതാ ഇതിൻ്റെ മുകളിൽ എത്ര വേണം എങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഫിറ്റിംഗ് ഓക്കെ ആയിട്ടുണ്ട്. ഈ ബോൾ ജോയിൻ്റ് ഉള്ളതിനെ കൊണ്ട് ഇത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യാം, ലൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള 90 ഡിഗ്രി ആംഗിൾ ഏകദേശം ആക്കി വെച്ചിട്ട് ഈ അടിഭാഗത്ത് ഈ ബോൾട്ടാണ് ഞാൻ ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടൈറ്റ് ചെയ്തു, ഇവിടെയൊക്കെ ടൈറ്റ് ചെയ്തു. ഇത്ര ആയി കഴിഞ്ഞാൽ നോക്കുക, കറക്റ്റായിട്ട് നമ്മളെ ഫിറ്റിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലൊരു മൊബൈൽ ഇട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് സെൽഫി സ്റ്റിക്ക് പതുക്കെ മുകളിലൂടെ വലിക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ മൗണ്ടിയും ടൈറ്റാണോ നോക്കാം. ഓക്കെ, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. ഇത് വൈസർ തുറക്കാൻ പറ്റുന്നത് കണ്ടോ? വൈസറൊക്കെ ഈസിയായി തുറക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിക്ക് വിഷനിലൊരു കുഴപ്പമില്ല, എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗം മാത്രമേ നമ്മളെ കണ്ണിൻ്റെ ഒരു ഏരിയ വരുന്നുള്ളൂ. ഇതിനാണ് താഴത്തേക്കാണ് മൊബൈൽ വരുന്നത്. ഇപ്പോൾ വൈസർ ഇട്ട് കഴിഞ്ഞാലും ക്ലിയറായിട്ട് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ സംഗതി ഏകദേശം സക്സസ് ആയിട്ടുണ്ട്, ഫിറ്റിംഗ് മറ്റൊക്കെ. ഇനി ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും എങ്ങനെയാണുള്ളത് അറിയണം. അപ്പോൾ അതും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ഒരു പണി കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വന്നിരിക്കുന്ന ആ 3Mൻ്റെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് ഒരിക്കലും നിൽക്കില്ല, ഉറപ്പാണ്. എന്നുവെച്ചാൽ ഒരു ജർക്കിങ്ങോ മറ്റോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ തല ഇളകുന്ന സമയത്തൊക്കെ ഇത് ഊരി വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗം ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ജമൗണ്ടും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കുകയാണ്. ഇതൊക്കെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. വളരെ പ്രസ്സിങ് ആണ്. ഊരിയെടുത്ത് കഴിഞ്ഞു. ഇത് മാത്രമേ നമുക്ക് ഹെൽമെറ്റിൻ്റെ മുകളിൽ വരുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും ഹെൽമെറ്റ് വെച്ച് പോകണം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കാണ്ട് പോകുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം മാത്രം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പോയാൽ മതി. ഇത് മാത്രമേ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ആവുള്ളൂ. അപ്പോൾ ഈ സാധനത്തിനെ ഈ കാണുന്ന MC ഉപയോഗിച്ചിട്ട് ഇനി ടൈറ്റാക്കി മാറ്റണം. അതായത് സറൗണ്ടിങ് ആയിട്ട് മുഴുവനായിട്ട് MC വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനെ ഉറപ്പിക്കണം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. MC അപ്പോൾ ഇതൊരു തരം ഗമ്മാണ്. ഇത് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു 30 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ MC വാങ്ങിയാൽ മതിയോ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുകയല്ല ചെയ്യുക. ഈ ഫെവിക്കോളൊക്കെ ചെയ്യുന്ന പോലെ ഒന്നല്ല. രണ്ട് പീസുകളുണ്ടാവും. ഈ 2 പീസുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ശരീരത്തിന് കേടാണ്. നമ്മളെ വയറ്റിലോ മറ്റോ പോയി കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണ്. അതുകൊണ്ട് കുട്ടികളാരും തന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുകരിക്കാതിരിക്കുക. മുതിർന്നവരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം കൈകൾ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ ഉള്ളൂ ഭക്ഷണമോ മറ്റോ കഴിക്കാനോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളിൽ ടച്ച് ചെയ്യാനോ പാടുള്ളൂ. അപ്പോൾ ഇത് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഏകദേശം നിങ്ങളുടെ ഒരു കൈ കണക്കിന് ഏകദേശം ഒരു ഈക്വലായിട്ട് എടുത്താൽ മതി. ഒരു ചെറിയൊരു പീസ് ഞാൻ എടുത്തു, അത്ര തന്നെ ഇതും എടുക്കണം. എത്രയാണോ അത് എടുത്തിട്ടുള്ളത്
ആ ഒരു വലുപ്പം തന്നെ. ഇപ്പോൾ രണ്ടും ഏകദേശം ഒരേ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഈക്വലായിട്ട് തേച്ച് പിടിപ്പിച്ച് മിക്സാക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയൊരു പഴയ ടൈലിൻ്റെ പീസ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വെച്ച് നമ്മളെ പൊറോട്ടയൊക്കെ അടിക്കുന്ന മാതിരി കുത്തി മാവ് പുരട്ടുന്ന മാതിരി നല്ലോണം പുരട്ടി ഈ രണ്ടും കൂടെ മിക്സാക്കി എടുക്കുക. നമുക്ക് എത്രത്തോളം മിക്സാക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം മിക്സാക്കി എടുക്കുക. എന്നുവെച്ചാൽ ഇത് മുഴുവനായിട്ട് നല്ല രീതിയിൽ മിക്സായിട്ടില്ല എങ്കിൽ ഇത് ഒട്ടൂല. പക്ഷെ ഇത് നല്ലോണം മിക്സായി കഴിഞ്ഞാൽ പിന്നെ ആന പറിച്ചാലും പോരൂല, നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ അത് കിട്ടൂല കേട്ടോ. ദുർവാശം ഇട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ പൊളിക്കുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് അടക്കം പൊളിഞ്ഞു പോരും. അല്ലെങ്കിൽ ചുരണ്ടി കട്ട് ചെയ്തൊക്കെ എടുക്കണം, ഗ്രൈൻഡ് ചെയ്തൊക്കെ എടുക്കണം. അത്രക്കും നല്ല ഹാർഡ് മെറ്റീരിയലാണിത്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വാട്ടറും മറ്റൊന്നും ഉള്ളോട്ടേ പ്രവേശിക്കില്ല. പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇത്. ഇനി നമ്മളിവിടെ മാറ്റി വെക്കുക. അതിനുശേഷം ഹെൽമെറ്റ് എടുക്കുക. ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുക. ഹെൽമെറ്റ് എടുക്കുക. ഇത് തേക്കുന്ന സമയത്ത് ഹെൽമെറ്റിൻ്റെ വേറെ സൈഡിലൊന്നും കുടുങ്ങി പോകണ്ട. ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതങ്ങ് പൊക്കി വെച്ച് എന്നിട്ട് കുറേശ്ശെ എടുത്തിട്ട് എൻ്റെ സൈഡിലൂടെ നമ്മളെ ഒരു എന്താ പറയുക, നിങ്ങൾ ഒരു നാക്കിലിട്ടാൽ മതി. ഒരു കലാകാരൻ്റെ ഒരു ചെറിയൊരു കഴിവോടുകൂടി പതുക്കെ തേച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുക. നിങ്ങളെ ഹെൽമെറ്റാണ്, അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ എത്രത്തോളം വൃത്തിയാണോ അതനുസരിച്ച് തേച്ച് മിക്സ് ആക്കുക. അതിപ്പോൾ തേച്ച് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ വേസ്റ്റായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ അതവിടെ പറ്റി കിടക്കും. ഇങ്ങനെ നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഈ ഹെൽമെറ്റ് നമ്മൾ വെയിലത്തോ മറ്റോ ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, രാത്രിയായിപ്പോയി. അപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് ഉണങ്ങിയതിന് ശേഷം ഇനി ഇതിൻ്റെ സൈഡും മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ റബ്ബ് നമുക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത്, എത്ര വൃത്തിയിലാണോ ചെയ്യേണ്ടത് അത്ര അനുസരിച്ചും, അതേമാതിരി അതിൻ്റെ എഡ്ജിലൊക്കെ ചിലപ്പം എംസീലിൻ്റെ ചെറിയ പീസുകളും ചെറിയ കണികകളൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ റബ്ബ് ചെയ്ത് ഒഴിവാക്കി നല്ല നീറ്റാക്കി വൃത്തിയാക്കി വെക്കുക. അങ്ങനെ ഹെൽമെറ്റിൻ്റെ മുകളിൽ മൊബൈൽ മൗണ്ട് ഫിറ്റ് ചെയ്യുന്ന എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ വണ്ടി ഓടിച്ച് നോക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത ഹെൽമെറ്റ് മൗണ്ടിൻ്റെ മുകളിൽ എൻ്റെ മൊബൈൽ ഫോൺ ഉറപ്പിച്ച ശേഷം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം സമയം 7 മണി കഴിഞ്ഞു, രാത്രിയാണ്. വിഷ്വൽസിന് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും എനിക്ക് ഈ മൊബൈൽ സ്ക്രീനും കൂടെ ഹെൽമെറ്റിൻ്റെ പുറത്തേ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് മുമ്പിലുള്ള വ്യൂവും കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനും വളരെ ചെറിയ രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വലിയൊരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാക്കി എഡിറ്റിംഗ് സമയത്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ രാത്രിയാണ്, രാത്രിയുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രാവിലത്തെ കൂടി നോക്കാവുള്ളൂ. സോ അതും കൂടെ നോക്കിയിട്ട് ഫൈനലായിട്ട് ഞാനൊരു അഭിപ്രായം പറയാം, ഇത് സക്സസ് ആണോ അല്ലയോ എന്നുള്ളത്. ഹലോ ഗായ്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ഇന്നലെ എടുത്ത അതേ ക്യാമറ തന്നെ എടുത്ത വിഷ്വൽസാണ്. സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചിരിക്കുന്നുണ്ട് ഈ വിഷ്വൽസ്. ഞാനിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ LCD സ്ക്രീനിൽ തന്നെ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നതിന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്ലിയർ ഉണ്ട്. ഇന്നലെ രാത്രി ആണോന്ന് അറിയില്ല, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ഇപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ ഒന്ന് വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി മനസ്സിലാവും. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ടാവും. ബിക്കോസ് ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോസ് ഞാൻ വൈഡ് ആംഗിളാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നിറങ്ങുന്ന എല്ലാ ഫോണുകളിലും തന്നെ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ള യഥാർത്ഥ ക്ലാരിറ്റിയിൽ വീഡിയോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു ആക്ഷൻ ക്യാമറ ഒക്കെ ബദലായിട്ട് ഇത്തരത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മോട്ടോ വ്ളോഗിങ് വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിനായിട്ട് പ്രത്യേകമായിട്ട് വലിയ രീതിയിൽ പണം മുടക്കേണ്ട യാതൊരു കാര്യമില്ലെന്നല്ല, പണത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വെറുതെ കഷ്ടപ്പെട്ട് ഗോപ്രോയോ മറ്റേ ആക്ഷൻ ക്യാമറാസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല.
പിന്നെ ഇപ്പോൾ വിപണിയിൽ 1000 രൂപ മുതലുള്ള ആക്ഷൻ ക്യാമറാസ് ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചും ചെയ്യാം. പക്ഷേ ഞാനൊരിക്കലും അത് പ്രിഫർ ചെയ്യില്ല. എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ക്യാമറാസിനൊന്നും വലിയ ക്ലാരിറ്റി കാണില്ല. നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ എന്തായാലും ഏറ്റവും കുറഞ്ഞ ഇപ്പോഴത്തെ എല്ലാ പയ്യന്മാരുടെ അടുത്തും ആൾക്കാരുടെ അടുത്തും മിനിമം ഒരു 10,000 രൂപയുടെ ഫോണാണ് ഉണ്ടാവുക. ഈ 10,000 രൂപയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ സ്വന്തം മൊബൈൽ ഫോൺ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ വില കുറഞ്ഞ ചീപ്പ് ക്യാമറാസിലേ പോകുന്നത്? അല്ലെങ്കിൽ വാങ്ങുകയാണെങ്കിൽ നല്ല ഗോപ്രോയുടെ ക്യാമറ അല്ലെങ്കിൽ ഡിജിയുടെ ക്യാമറയൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, പൈസക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഫർമേറ്റീവ് ആവട്ടെ. പിന്നെന്താണ്, വീഡിയോ കണ്ട് മാത്രം പോവല്ലേ, ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്ക്. നിങ്ങളെപ്പോലെ തന്നെ വളർന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ അങ്ങോട്ട് ചെയ്തോളൂ. ഓക്കെ.